എനിക്ക് ജനങ്ങളോടൊപ്പം നിൽക്കാൻ എപ്പോഴും ഇഷ്ടമുള്ള ആളാണ്, എന്തും ഇഷ്ടമുള്ള ആളാണ്. അധികാരത്തിലൊന്നും അല്ലാത്തതുകൊണ്ടായിരിക്കാം വിളിക്കണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ പഴയ ആൾക്കാരാകുമ്പോൾ ഇപ്പോൾ അധികാരത്തിൽ ഇരിക്കുന്നവർ മതിയെന്നുള്ളതുകൊണ്ടായിരിക്കാം. ദേശീയ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ എൻ്റെ ഒരു ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ പങ്കെടുക്കാതെ. കുറ്റമായിട്ട് പറയുകയല്ല, കഴിഞ്ഞ തവണ തന്നെ 5 കോടി അനുവദിച്ചിരുന്നു. അത് പണി തുടങ്ങിയപ്പോൾ ഇത്രയും വലിയ എമൗണ്ട് ആവാതെ തന്നെ തീർന്നേനെ. അത് ഞാനൊക്കെ ഇരിക്കുന്ന സമയം തന്നെ ടൗൺ പ്ലാനറെ കൊണ്ട് നല്ലൊരു പ്ലാൻ തയ്യാറാക്കി ഒരു അനുസ്മരണത്തിന് പങ്കെടുത്ത്. നമ്മൾക്ക് അങ്ങനെയൊന്നുമില്ല. ഞാൻ എല്ലാവരോടും ഒരുപോലെയുള്ള ആളാണ്. ഞാനിപ്പോൾ ഒരു ജനപ്രതിനിധിയായിരുന്നപ്പോൾ പോലും എല്ലാ മനുഷ്യരോടും രാഷ്ട്രീയം നോക്കാതെ ഞാൻ എല്ലാവരോടും ഒരുപോലെ ഇരുന്ന ഒരാളാണ്. അതുകൊണ്ട് എല്ലാവരും ഓരോ കാര്യങ്ങളൊക്കെ പറയും, ഞാനതെല്ലാം കേൾക്കുന്നുണ്ടെന്ന്. എനിക്ക് എൻ്റെ കാര്യം പറയാൻ സത്യം പറഞ്ഞാൽ അറിഞ്ഞുകൂടാ. ഞാൻ പണ്ടും ഇവിടെ ഈ ഓഫീസിൽ ഇരുന്നിട്ടുള്ള ആളാണ്. പക്ഷേ ഇങ്ങനെയൊക്കെ വരുന്നുണ്ടെന്ന് മനസ്സിലായില്ലല്ലോ. അന്ന് ആ ഒരു സാഹചര്യം വന്നപ്പോൾ അങ്ങനെ അങ്ങ് വന്നു. നമസ്കാരം. ഞാൻ ആയിഷ പോറ്റി, കൊട്ടാരക്കരയിലെ മുൻ MLA. ഇന്ന് ജനുവരി 1 2026. നമ്മുടെ എല്ലാവർക്കും നല്ല ഐശ്വര്യപ്രദമായ സന്തോഷമുള്ളൊരു വർഷമായി തീരട്ടെ എന്ന് ആദ്യം തന്നെ ആശംസിക്കുകയാണ്. വളരെ സൗഹൃദമായിട്ട് സ്നേഹത്തോടെയൊക്കെ എല്ലാവർക്കും പോകാൻ കഴിയട്ടെ എന്നുള്ളതാണ് എനിക്ക് ആദ്യം തന്നെ പറയാനായിട്ടുള്ളത്. ഒരു കാലത്ത് നമ്മൾ ഈ ജനങ്ങളുടെ ഇടയിൽ ജീവിച്ചൊരു വ്യക്തിയാണ്. ഇപ്പം നമ്മൾ കഴിഞ്ഞ 5 വർഷമായിട്ട് അതിൽ നിന്നെല്ലാം ഒതുങ്ങി നമ്മുടെ പ്രൊഫഷനിൽ കൂടുതൽ ശ്രദ്ധിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഈ ജനങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ ഈ പുതുവർഷത്തിലെന്നുള്ളതാണ് ഒരു പ്രധാന. ഈ ജനങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്നത് വളരെ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ക്ലേശമാണ്, ഒരുപാട് സ്ട്രെയിനാണ്, ഒത്തിരി ജോലിയൊക്കെയാണ്. പക്ഷേ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും പ്രയാസങ്ങളുമായിട്ട് വരുന്ന ആൾക്കാരുടെയും പ്രശ്നങ്ങളൊക്കെ കുറേ പരിഹരിച്ചു കാണുമ്പോൾ മനസ്സിന് നമുക്കൊരു പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ഒരു സാറ്റിസ്ഫാക്ഷനുണ്ട്. അത് സത്യമാണ്. നമ്മൾ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നത് അങ്ങേയറ്റം സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ നമുക്കങ്ങനെ നമ്മുടേതായ ഒരു സംവിധാനത്തിൽ കൂടെ പോകാൻ പറ്റാത്തതുകൊണ്ട് വിചാരിക്കുന്ന പോലെ എല്ലായിടത്തും എത്തിപ്പറ്റാൻ പറ്റത്തില്ല. പിന്നെ പറ്റാവുന്നിടത്തൊക്കെ നമ്മൾ പോകുന്നു, പിന്നെ വിളിക്കുന്നിടത്തൊക്കെ ഞങ്ങൾ പോകാറുണ്ട്. കഴിയാവുന്നത്ര ചെറിയ ഫംഗ്ഷനുകളൊക്കെ വന്നാൽ അതിനെല്ലാം പങ്കെടുക്കാറുണ്ട്. അതൊക്കെ വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. കുട്ടികളുടെ പരിപാടി ഏത് പരിപാടിക്കാണെങ്കിലും വിളിച്ചാൽ എനിക്ക് പോയി വരാനുള്ള സംവിധാനം തരുന്നതിനെല്ലാം ഞാൻ പോകാറുണ്ട്. പിന്നെ ബാക്കി സമയം മുഴുവൻ ഞാൻ എൻ്റെ ഈ ഓഫീസിലുണ്ടാവും. ഇവിടെ എൻ്റെ ഓഫീസിലുള്ള ജൂനിയേഴ്സും എല്ലാം ഉണ്ട്. അപ്പോൾ അവരോടൊപ്പം കക്ഷികൾ വരും, അവരൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങ് പോവുകയാണിപ്പോൾ. ബാലകൃഷ്ണപിള്ള എന്ന ഒരു അധികാരിയെ തോൽപ്പിച്ച് കൊട്ടാരക്കരയ്ക്ക് LDF വേണ്ടി ആ സീറ്റ് പിടിച്ചെടുക്കുകയും കുറേയധികം എന്ന് വെച്ചാൽ നമ്മുടെ SP ഓഫീസ്, മിനി സിവിൽ സ്റ്റേഷൻ തുടങ്ങി ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുകയും ചെയ്തു. അതിലൊക്കെ ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? കാര്യങ്ങൾ ചെയ്യാൻ കഴിയാത്ത പ്രശ്നമുണ്ടോ? എനിക്ക് നല്ല സന്തോഷമാണ്. കാരണം ജനങ്ങൾ അന്ന് ഏൽപ്പിച്ചു തന്ന ജോലി ഞാൻ 5 മിനിറ്റ് കളയാതെ പറ്റാവുന്നത് മുഴുവൻ ചെയ്ത്, ഒരു സമയവും കളയാതെ പറ്റാവുന്ന മുഴുവൻ കാര്യങ്ങൾ. ഇപ്പോൾ സിവിൽ സ്റ്റേഷനാണെങ്കിലും കയറുമ്പോൾ നിങ്ങൾക്കെല്ലാം അറിയാം, വർഷങ്ങളായിട്ടുള്ളൊരാഗ്രഹം. ഇവിടെ ഒരു ഫയർ സ്റ്റേഷൻ ഉണ്ടായിരുന്നില്ല, അത് ആദ്യം തന്നെ സാധിച്ചു. കോടതികൾ, ഞാൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന കോടതി സമുച്ചയം അന്ന് തന്നെ ഫസ്റ്റ് ട്രെയിനിൽ തന്നെ പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്തു. ഇങ്ങനെ കുറേയധികം കാര്യങ്ങൾ. 11.5 വില്ലേജിൻ്റെ വിസ്തൃതിയുള്ള ഒരു പോലീസ് സ്റ്റേഷൻ ഉള്ളത് ഇവിടെയായിരുന്നു. അത് 2 ആക്കിയപ്പോൾ കുറേ ആശ്വാസമായി. ഇങ്ങനെ റൂറൽ SP ഓഫീസ് ഫസ്റ്റ് ട്രെയിനിൽ കൊണ്ടുവന്നതാണ്. സ്ഥലമൊക്കെ അനുവദിപ്പിച്ചു കൊടുത്തത് 2ാം ട്രെയിനിലാണ്. 3ാം ട്രെയിനിൽ തന്നെ അത് ആരംഭിച്ചിരുന്നു. 3ാം ട്രെയിനിൽ അത് പൂർത്തീകരിച്ചു. പക്ഷേ ഉദ്ഘാടനമായപ്പോഴത്തേക്ക് കോവിഡ് വന്നതിൻ്റെ ഒരു പ്രശ്നമുണ്ടായിരുന്നു. അങ്ങനെ ഒന്നെന്നല്ല, സ്കൂളുകൾക്ക് കെട്ടിടമായി, പിന്നെ സ്കിൽ പാർക്ക് കൊണ്ടുവന്ന ഒരു അന്താരാഷ്ട്ര സ്ഥാപനം. അത് ആക്ച്വലി 2011-16 കാലത്താണ് അത് സാങ്ഷൻ ആയിരുന്നത്. അതിൻ്റെ പണി തുടങ്ങിയത് 2017-19 മറ്റോ ആണ്. പൂർത്തീകരിച്ചുകൊണ്ട് കുറേ പേർക്ക് ജോലി കിട്ടിപ്പോകാനുള്ള സംവിധാനമായി. നമ്മളെപ്പോഴും സമൂഹത്തിൻ്റെ എല്ലാ വിഭാഗം ജനങ്ങളെയും കണ്ടുകൊണ്ട് വേണ്ടേ ഓരോ കാര്യങ്ങളും ചെയ്യാൻ. അപ്പോൾ വരുന്ന അവസരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിയമസഭയിൽ ഇടപെട്ടിട്ടായാലും എവിടെ ഇരുന്നാലും ഏതൊക്കെ കാര്യങ്ങളാണോ നമ്മുടെ മണ്ഡലത്തിലേക്ക് യോഗ്യമായിട്ടുള്ളത്, ആവശ്യമുള്ളതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് പറ്റാവുന്നത് എവിടെയൊക്കെ ഉണ്ടെങ്കിലും അത് തപ്പിയെടുത്ത് കൊണ്ടുവരിക എന്നുള്ളതാണ്. സ്ഥലം വേണ്ടിടത്ത് സ്ഥലം എല്ലാവരോടും പറഞ്ഞ് വാങ്ങിച്ച്, അങ്ങനെയാണ് സ്കിൽ പാർക്കൊക്കെ സ്ഥലം കണ്ടുപിടിച്ച് കൊടുത്തത്. ഇങ്ങനെ കുടിവെള്ള പദ്ധതികൾ, ടൂറിസം പദ്ധതി. ഞാനൊക്കെ ആദ്യം ജയിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു, പ്രസ് മീറ്റ് നിങ്ങളൊക്കെ ഉണ്ടായിരുന്ന അന്ന് എന്നോട് പറഞ്ഞാൽ ഇവിടെ ഒന്ന് ഇരിക്കാൻ ഒരു സ്ഥലമില്ല, ഒന്ന് ഫ്രഷായിട്ടൊന്ന് ഇരിക്കാൻ എൻജോയ് ചെയ്യാൻ ഒരു പാർക്കോ ഒന്നുമില്ല, അതിനെന്തെങ്കിലും ഒരു സംവിധാനം. അതാണ് ആ മീൻപിടിപ്പാറ. ആദ്യം നോക്കുമ്പോൾ അതിങ്ങനെ ഒരിക്കലും പറ്റാത്ത, എനിക്ക് കംപ്ലയിൻറ്റ് കിട്ടിയിട്ട് നോക്കാൻ പോയത് അവിടെ ഫസ്റ്റ് ട്രെയിനിൽ. കഞ്ചാവും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് കുട്ടികൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്ന എനിക്ക് കംപ്ലയിൻറ്റ് കിട്ടി. അപ്പോഴെനിക്ക് മനസ്സിൽ തോന്നിയതാണ് ഒരിക്കലും പറ്റാതെ ഉണക്കത്തും വെള്ളം ഒഴുകുന്ന ആ സ്ഥലം എന്തുകൊണ്ടൊന്ന് അങ്ങനെയാണത്
സെക്കൻഡ് ടേൺ ആയപ്പോഴത്തേക്ക് അതിന് ചെയ്യാൻ പറ്റും. അന്നൊരു 46 ലക്ഷം രൂപ രണ്ടാമത് UDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് അനുവദിച്ച് ഒരു ഘട്ടം ചെയ്തു. പിന്നെ മൂന്നാമത്തെ തവണയാണ് 1.5 കോടി രൂപ അനുവദിപ്പിച്ചിട്ട് അതിപ്പം എല്ലാവരും വന്നിരിക്കുന്ന നല്ലൊരു സ്ഥലമാക്കി മാറ്റി. ടൂറിസം കേന്ദ്രങ്ങൾ മുട്ടറ മരുതിമലയെല്ലാം ഒരു ഘട്ടം തീർത്ത് 85 ലക്ഷം കൂടെ വച്ചിട്ടായിരുന്നു. അതുപോലെ പൊങ്ങമ്പാറ അത് 45 ലക്ഷത്തിൻ്റെ വർക്ക് ചെയ്തു. പിന്നെ കൊളക്കടയിലൊരു ടേക്ക് എ ബ്രേക്ക് കൊണ്ടുവന്നു. അതെല്ലാം അന്ന് രണ്ടാം ടൈമിലൊക്കെയാണ്. ഇങ്ങനെ ഓരോ സമയത്തും കിട്ടിയ സമയത്ത് എന്തൊക്കെ ഉണ്ടോ അതെല്ലാം ചെയ്യാനായിട്ട് സാധിച്ചു. ഈ സമ്പൂർണ്ണ ലേണിംഗ് മണ്ഡലമാക്കിയായിരുന്നു, സമ്പൂർണ്ണ വൈദ്യുതീകരണമാക്കി, റോഡുകളൊക്കെ കൊളക്കട പഞ്ചായത്തിലേക്ക് റോഡുകളും അതുപോലെ താലൂക്ക് ആശുപത്രിക്ക് 90 കോടി അനുവദിപ്പിച്ച് അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിൻ്റെ പണി ഏതാണ്ട് തീർന്നായിരുന്നു. അപ്പോഴത്തേക്കും ഞങ്ങളുടെ കാലാവധി കഴിഞ്ഞ് ഇറങ്ങി. പിന്നെ അത് ഉദ്ഘാടനം ചെയ്തു. പക്ഷേ ബാക്കി വരണം, നല്ല വിഷനോടുകൂടി ബ്രിട്ടീഷ് മോഡലിലാക്കണമെന്ന് അതിനകത്ത് തന്നെ ഉണ്ടത്. അതെ, അങ്ങനെയൊക്കെ പറ്റാവുന്ന രീതിയിൽ മനുഷ്യന് ഗുണകരമാവുന്ന തരത്തിൽ ഓരോ തരത്തിലും കൃഷി മേഖലയിലായാലും പാടശേഖര സമിതിയുടെ ആയാലും ഒക്കെ പറ്റാവുന്ന കാര്യങ്ങളിലൊക്കെ ഇടപെട്ടുകൊണ്ട് പോയി എന്നുള്ളൊരു സന്തോഷം എനിക്ക് എപ്പോഴും. അല്ല, നമ്മൾ അതാത് സമയത്തുള്ളവർ ഫോളോ ചെയ്താലേ പറ്റത്തുള്ളൂ. അല്ല, വെഞ്ഞാറും കൂടെ അതേപോലെ പണിയുന്നുണ്ട്. ഇതുപോലെ ഇവിടെയും പണിയാമായിരുന്നെങ്കിൽ കടകളിലേക്കൊക്കെ വരാനും ഒക്കെ സൗകര്യമായിരുന്നു. ആ തൂണുകളൊക്കെ ഉള്ള സ്ഥലത്തൊക്കെ വാഹനങ്ങൾ നിർത്തിയിട്ട് നമുക്ക് പാർക്കിങ്ങിൻ്റെ ബുദ്ധിമുട്ട് കുറേ കുറഞ്ഞേനെ. പക്ഷേ അത് എനിക്ക് ജനങ്ങളോടൊപ്പം നിൽക്കാൻ എപ്പോഴും ഇഷ്ടമുള്ള ആളാണ്, എന്തും ഇഷ്ടമുള്ള ആളാണ്. അധികാരത്തിലൊന്നും അല്ലാത്തതുകൊണ്ടായിരിക്കാം വിളിക്കണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ പഴയ ആൾക്കാരാകുമ്പോൾ ഇപ്പോൾ അധികാരത്തിൽ ഇരിക്കുന്നവർ മതിയെന്നുള്ളതുകൊണ്ടായിരിക്കാം. ദേശീയ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ എൻ്റെ ഒരു ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ പങ്കെടുക്കാതെ. കുറ്റമായിട്ട് പറയുകയല്ല, കഴിഞ്ഞ തവണ തന്നെ 5 കോടി അനുവദിച്ചിരുന്നു. അത് പണി തുടങ്ങിയെങ്കിൽ ഇപ്പോൾ ഇത്രയും വലിയ എമൗണ്ട് ആവാതെ തന്നെ തീർന്നേനെ. അത് ഞാനൊക്കെ ഇരിക്കുന്ന സമയം തന്നെ ടൗൺ പ്ലാനറെ കൊണ്ട് നല്ലൊരു പ്ലാൻ തയ്യാറാക്കി ഒരു അനുസ്മരണത്തിന് പങ്കെടുത്ത്. നമ്മൾക്ക് അങ്ങനെയൊന്നുമില്ല. ഞാൻ എല്ലാവരോടും ഒരുപോലെയുള്ള ആളാണ്. ഞാനിപ്പോൾ ഒരു ജനപ്രതിനിധിയായിരുന്നപ്പോൾ പോലും എല്ലാ മനുഷ്യരോടും രാഷ്ട്രീയം നോക്കാതെ ഞാൻ എല്ലാവരോടും ഒരുപോലെ ഇരുന്ന ഒരാളാണ്. അതുകൊണ്ട് എല്ലാവരും ഓരോ കാര്യങ്ങളൊക്കെ പറയും, ഞാനതെല്ലാം കേൾക്കുന്നുണ്ടെന്നുള്ളതേ ഉള്ളൂ. എനിക്ക് എൻ്റെ കാര്യം പറയാൻ സത്യം പറഞ്ഞാൽ അറിഞ്ഞുകൂടാ. ഞാൻ പണ്ടും ഇവിടെ ഈ ഓഫീസിൽ ഇരുന്നിട്ടുള്ള ആളാണ്. പക്ഷേ ഇങ്ങനെയൊക്കെ വരുന്നുണ്ടെന്ന് മനസ്സിലായില്ലല്ലോ. അന്ന് ആ ഒരു സാഹചര്യം വന്നപ്പോൾ അങ്ങനെ അങ്ങ് വന്നു. അല്ല, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ എൻ്റെ ഒരു ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ പങ്കെടുക്കാതിരുന്നത്. അതിൻ്റെ ഒരു ആവശ്യമില്ലാന്ന് തോന്നിയായിരുന്നു, അതുകൊണ്ട് പങ്കെടുത്തില്ലെന്നേ ഉള്ളൂ. കൂടുതൽ പൊതുജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇനി സജീവമാകാൻ താല്പര്യമുണ്ടോ? എനിക്ക് ജനങ്ങളോടൊപ്പം നിൽക്കാൻ എപ്പോഴും ഇഷ്ടമുള്ള ആളാണ്, എന്തും ഇഷ്ടമുള്ള ആളാണ്. ഇപ്പോഴായാലും ഞാൻ എൻ്റെ അടുത്ത് വരുന്ന ആൾക്കാർക്ക് എന്നെക്കൊണ്ട്, എനിക്ക് അധികാരമൊന്നും ഇല്ലെങ്കിൽ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തു കൊടുക്കും. നമുക്ക് അറിയാവുന്ന കാര്യങ്ങളും എക്സ്പീരിയൻസ് വെച്ചും ചെയ്തു കൊടുക്കാവുന്നതൊക്കെ ഇപ്പോഴും ചെയ്തു കൊടുക്കുന്നുണ്ട്. ഈ പാർട്ടിയിലും സർക്കാരിലൊക്കെ ഉള്ളവരായിട്ട് എപ്പോഴും ബന്ധങ്ങൾ നിലനിർത്തുന്നുണ്ടോ? പഴയ സൗഹൃദങ്ങൾ നിലനിർത്തി? എനിക്കെല്ലാവരോടും, പക്ഷേ അങ്ങനെ ഞാൻ കൂടുതൽ ഇടപെടാറൊന്നുമില്ല. പിന്നെ ആരെങ്കിലും വന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് വിളിക്കണം എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ അറിയുന്ന കോണ്ടാക്റ്റ് വെച്ചിട്ട് വിളിച്ചൊക്കെ അത് പറ്റാവുന്നതൊക്കെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കും. അല്ലാതെ അങ്ങനെ കൂടുതൽ കാര്യങ്ങളൊന്നും ഇടപെടാറില്ല. നമ്മൾ തുടങ്ങി വെച്ച വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഭാഗഭാക്കാക്കാത്ത വിഷമം തോന്നാറുണ്ടോ? അതൊരു പക്ഷേ ഞാനിപ്പം അധികാരത്തിലൊന്നും അല്ലാത്തതുകൊണ്ടായിരിക്കാം വിളിക്കണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ പഴയ ആൾക്കാരാകുമ്പോൾ ഇപ്പോൾ അധികാരത്തിൽ ഇരിക്കുന്നവർ മതിയെന്നുള്ളതുകൊണ്ടായിരിക്കാം അങ്ങനെ ഇരിക്കുന്നവർ ചെയ്യാമെന്ന് വെച്ചിട്ടായിരിക്കാം എന്നേ എനിക്ക് പറയാനുള്ളൂ. ഈ പല സ്കൂൾ കെട്ടിടങ്ങൾ, SP ഓഫീസ്, ഇങ്ങനെ പല മേളം തുടങ്ങിയപ്പോൾ ക്ഷേത്രത്തിൻ്റെ ഈ ഒരു മാസ്റ്റർ പ്ലാൻ പദ്ധതി അതൊന്നും പൂർത്തീകരിക്കാൻ പറ്റില്ല. അതൊന്നും തുടങ്ങിയില്ല. സ്ഥലമൊക്കെ വാങ്ങിയിടുന്നു. സത്യം പറഞ്ഞാൽ അവിടെയൊക്കെ എന്ത് നല്ല കാര്യങ്ങൾ ചെയ്യാം. ടൗണിൻ്റെ നടുക്കാണ്, ചന്തമുക്കിലാണ്. ഇപ്പോൾ എത്രയോ കോടി അനുവദിച്ചു എന്നൊക്കെ ഞാൻ കണ്ടായിരുന്നു അവിടെ. പക്ഷേ ഇതൊക്കെ യാഥാർത്ഥ്യമായി വന്നാലേ ഇഫക്റ്റുള്ളൂ. ഏറ്റവും വലിയ സങ്കടം എന്ന് പറഞ്ഞാൽ ഈ പുലമണിലെ തിരക്ക് കുറയ്ക്കാനായിട്ട് 59 കോടി 46 ലക്ഷം രൂപ അനുവദിച്ചതിൻ്റെ എല്ലാം ഈ അളവും കഴിഞ്ഞായിരുന്നു. ടെൻഡർ ചെയ്താൽ മതിയായിരുന്നു TS കൊടുത്തിട്ട്. പക്ഷേ അത് എന്തൊക്കെയോ കംപ്ലയിൻറ്റ് വന്നിട്ട് അത് ഒഴിവായി. എങ്കിൽ ഇവിടുത്തെ വലിയൊരു ഇഷ്യൂ അങ്ങ് മാറിയാണ്ട് ഇപ്പോൾ വെഞ്ഞാറും കൂടെ അതേപോലെ പണിയുന്നുണ്ട്. ഇതുപോലെ ഇവിടെയും പണിയാമായിരുന്നെങ്കിൽ കടകളിലേക്കൊക്കെ വരാനും ഒക്കെ സൗകര്യമായിരുന്നു. ആ തൂണുകളൊക്കെ ഉള്ള സ്ഥലത്തൊക്കെ വാഹനങ്ങൾ നിർത്തിയിട്ട് നമുക്ക് പാർക്കിങ്ങിൻ്റെ ബുദ്ധിമുട്ട് കുറേ കുറഞ്ഞേനെ. പക്ഷേ അത് ഇവിടെ നഷ്ടപ്പെട്ടു എന്നുള്ളതിൽ വിഷമമുണ്ട്. ബൈപ്പാസൊക്കെ എത്രയും പെട്ടെന്ന് വരട്ടെ. ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ സമയമുണ്ടെന്ന് തോന്നുന്നില്ല. അതുപോലെ ബസ് സ്റ്റാൻഡ് കുറേ നവീകരിച്ചൊക്കെ എടുക്കാം. കുറച്ച് സ്ഥലം അക്വയർ ചെയ്യാനുണ്ടാകണം. പണം കൊടുക്കണം, എന്നാലേ പറ്റുള്ളൂ.
കുറച്ച് സ്ഥലം ഇത്ര കൺജസ്റ്റഡ് ആവാതെ ട്രാഫിക് പരിഷ്കരിക്കാനുള്ള കുറേയൊക്കെ കാര്യങ്ങൾ, കുറച്ച് എവിടെയെങ്കിലും മാറി റോഡിൻ്റെ അപ്പുറത്തെ സൈഡിലോട്ടൊക്കെ ഈ ബസ് സ്റ്റാൻഡ് മാറ്റുന്നത്, അങ്ങനെയൊക്കെ നമുക്ക് ടൗൺ പ്ലാനർ നല്ലൊരു പ്ലാൻ കഴിഞ്ഞ ടേണിൽ തന്നതാണ് ഞാനൊക്കെ ഇരിക്കുന്ന സമയം. അത് പക്ഷേ യാഥാർത്ഥ്യമാക്കുന്ന തരത്തിൽ എല്ലാവരും കൂടെ ചേർന്നാലേ പറ്റുള്ളൂ. മുനിസിപ്പാലിറ്റിയും വേണം, സർക്കാരും ഒന്നിച്ച് നിൽക്കണം, ജനങ്ങളും കൂടെ നിൽക്കണം. അങ്ങനെ വന്നാൽ മനുഷ്യന് ഭയങ്കര ആശ്വാസമാവും. അതിന് ടീമായിട്ട് നിൽക്കണം, അല്ലാതെ ഫോളോ അപ്പ് കൃത്യമായിട്ടുണ്ടെങ്കിലേ പറ്റും. പഠിച്ച് ചെയ്യണമല്ല, നന്നായി പഠിച്ച് എവിടെയൊക്കെ എന്തൊക്കെ ചെയ്യാമെന്ന് മനസ്സിലാക്കി പോയാൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അത് സംശയമില്ലാത്ത കാര്യമാണ്. രംഗത്ത് സജീവമായിട്ട് നിൽക്കാൻ സാധിക്കാത്ത ലക്ഷണമുണ്ടോ ഈ വർഷം? അല്ല, നമ്മൾ അതാത് സമയത്തുള്ളവർ ഫോളോ ചെയ്താലേ പറ്റത്തുള്ളൂ, അല്ലാതെ ഒരു രക്ഷയില്ല. അല്ലാതെ എന്ത് തിരക്കുണ്ടെങ്കിലും നമ്മൾ നമ്മുടെ പദ്ധതികളായാലും ഒക്കെ അതിന് ബന്ധപ്പെട്ട രീതിയിൽ നല്ലപോലെ ഫോളോ ചെയ്യണം. ഞാനത് പലപ്പോഴും പറയാറുണ്ട്. പക്ഷേ അങ്ങനെ അല്ലെങ്കിൽ അത് അവിടെ നിന്ന് പോയാൽ പിന്നെ എത്ര ഇരട്ടി പൈസ ആകേണ്ടി വരും. ഇപ്പോൾ നഗരസഭാ കാര്യാലയത്തിൽ ഞാൻ കുറ്റമായിട്ട് പറയുകയല്ല, കഴിഞ്ഞ തവണ തന്നെ 5 കോടി അനുവദിച്ചിരുന്നു. അത് പണി തുടങ്ങിയെങ്കിൽ ഇപ്പോൾ ഇത്രയും വലിയ എമൗണ്ട് ആവാതെ തന്നെ തീർന്നേനെ. അതുപോലെ ഈ KIPയുടെ സ്ഥലം വിട്ട് കിട്ടാൻ വേണ്ടി ഒരുപാട് കയറി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ടേണിൽ ഞാനൊക്കെ ഇരിക്കുന്ന സമയം തന്നെ ടൗൺ പ്ലാനറെ കൊണ്ട് നല്ലൊരു പ്ലാൻ തയ്യാറാക്കിയിരുന്നു, ബസ് സ്റ്റാൻഡ് നവീകരിക്കുന്നതിനും. അതുപോലെ ഇറിഗേഷൻ്റെ സ്ഥലത്ത് എന്തൊക്കെ 5 ഏക്കർ സ്ഥലമുണ്ട് അവിടെ. അപ്പോൾ അതിൽ ഒരു 2-3 ഏക്കർ സ്ഥലം വിട്ട് നമുക്ക് നിരവധിയായ കാര്യങ്ങൾ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് ചെയ്യാൻ പറ്റും ടൗണിൽ. അതൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ അതൊക്കെ ഇപ്പം എന്തോ വിട്ട് കിട്ടിയിട്ടുണ്ട്. പണി വരണം, ഫോളോ ചെയ്യണം, നല്ല ഫോളോ അപ്പ് ഉണ്ടെങ്കിലേ നടക്കുകയുള്ളൂ. അല്ലാതെ വെറുതെ പറഞ്ഞാലും കാര്യങ്ങൾ വരണ്ടായോ, വന്നാലേ പറ്റുള്ളൂ. സ്കൂൾ കെട്ടിടങ്ങളായാലും ഏത് കാര്യങ്ങളായാലും തുടങ്ങുക, അതിന് ഫോളോ അപ്പ് ഉണ്ടാകണം, പിറകെ പോകണം. എന്നിട്ട് ചെയ്ത് യാഥാർത്ഥ്യമാക്കിയാൽ പിന്നെ പല മടങ്ങ് അതിന് വേണ്ടി വരും. പറഞ്ഞാൽ ഒത്തിരി കാര്യങ്ങളുണ്ട്, ഞാനങ്ങനെ കൂടുതൽ പറഞ്ഞു പോവുകയല്ല. പക്ഷേ കുറേ നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. കുടിവെള്ളത്തിൻ്റെ ആയാലും സ്കൂളുകളുടെ ആയാലും കളിസ്ഥലത്തിൻ്റെ ആയാലും ഒക്കെ ഉള്ള കാര്യങ്ങളുണ്ട്. ചെയർമാനൊക്കെ ചാർജ് എടുക്കുമ്പോൾ എന്തെങ്കിലും അഭിപ്രായം ചോദിക്കുകയോ അല്ലെങ്കിൽ വികസനത്തിൽ സഹായം ചെയ്യുകയോ ചെയ്തിട്ടുണ്ടായിരുന്നു? കഴിഞ്ഞ ദിവസം വന്നായിരുന്നു ചെയർപേഴ്സൺ, എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണേന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു നന്നായിട്ട് പോകണം, ജനങ്ങളുടെ ഒപ്പം നിൽക്കണം, സമയം കളയാതെ ജോലി ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും കുറേ പേരൊക്കെ വിളിച്ചിരുന്നു, കുറച്ച് പേരെല്ലാം വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ഈ രാഷ്ട്രീയ രംഗം സജീവമല്ലാത്തതുകൊണ്ട് വേറെ ആരെങ്കിലും സമീപിച്ചിട്ടുണ്ടോ? കോൺഗ്രസോ അല്ലെങ്കിൽ കോൺഗ്രസ് ലീഗിലാരായിട്ടൊക്കെ സമീപിച്ചു എന്തോ പരിപാടി പങ്കെടുക്കുന്നൊക്കെ രാഷ്ട്രീയമൊക്കെ? അത് ഒരു അനുസ്മരണത്തിനല്ലേ, അനുസ്മരണത്തിന് പങ്കെടുത്ത്. നമ്മൾക്ക് അങ്ങനെയൊന്നുമില്ല. ഞാൻ എല്ലാവരോടും ഒരുപോലെയുള്ള ആളാണ്. ഞാനിപ്പോൾ ഒരു ജനപ്രതിനിധിയായിരുന്നപ്പോൾ പോലും എല്ലാ മനുഷ്യരോടും രാഷ്ട്രീയം നോക്കാതെ ഞാൻ എല്ലാവരോടും ഒരുപോലെ ഇരുന്ന ഒരാളാണ്. അതുകൊണ്ട് എല്ലാവരും ഓരോ കാര്യങ്ങളൊക്കെ പറയും, ഞാനതെല്ലാം കേൾക്കുന്നുണ്ടെന്നുള്ളതേ ഉള്ളൂ. അത് എനിക്ക് എൻ്റെ കാര്യം പറയാൻ സത്യം പറഞ്ഞാൽ അറിഞ്ഞുകൂടാ. ഞാൻ പണ്ടും ഇവിടെ ഈ ഓഫീസിൽ ഇരുന്നിട്ടുള്ള ആളാണ്. പക്ഷേ ഇങ്ങനെയൊക്കെ വരുന്നുണ്ടെന്ന് മനസ്സിലായില്ലല്ലോ. അന്ന് ആ ഒരു സാഹചര്യം വന്നപ്പോൾ അങ്ങനെ അങ്ങ് വന്നു, അത്രയേ ഉള്ളൂ.